എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ് വാർ 2. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. ഹൃത്തിക് റോഷനും ജൂനിയർ NTRഉം പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. അതായത് വാർ സിനിമയുടെ രണ്ടാം ഭാഗം. അതിൽ ടൈഗർ ഷ്രോഫിന് പകരം ഇവിടെ NTR. ജൂനിയർ NTR എന്താണെങ്കിലും വീഡിയോ കാണുന്നതിന്റെ മുന്നേ ജൂനിയർ NTRന്റെ ബർത്ത്ഡേ ആണെന്ന്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എന്താണെങ്കിലും വാറിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എന്തല്ലേ എവിടെ എത്തി നിൽക്കുന്നു. ആ ഒരു സീരീസിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവം. എന്താണെങ്കിലും കാത്തിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ കാത്തിരിക്കുന്നത്. നമ്മുടെ മുതലപ്പുറത്തുണ്ടല്ലോ, അതാണ്. എന്താണെങ്കിലും വീഡിയോയില് ആരൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. ടീസറില് നോക്കാം. എന്തായാലും 1 ഉണ്ട്. 1 മിനിറ്റ് 30 സെക്കൻഡ് ഒക്കെ ഉണ്ട് വീഡിയോ. കാണിക്കുമായിരിക്കൂലേ രണ്ടുപേരെയും? അതെ, കാണിക്കും. അല്ലെങ്കിൽ ഗ്ലിംസ് ആയിട്ട് വരികയാണെങ്കിൽ NTRന്റെ മാത്രമായിരിക്കുള്ളൂ. അതാണ്, അത് കുറച്ചുണ്ടാവും. 40 സെക്കൻഡ് അത്രയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. ഇതെന്തായാലും 1.5 ഉള്ളതുകൊണ്ട് മാത്രമല്ല, ടീസർ എന്നുള്ള രീതിയിൽ തന്നെ വന്നതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃത്തിക് റോഷനും NTR ഉണ്ടാവും. മതിയല്ലോ. ഓക്കെ, എന്തായാലും 3 ലാംഗ്വേജിൽ ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ഹിന്ദി, തെലുങ്ക്, തമിഴ്. അപ്പോൾ നമ്മൾ ആദ്യം ഹിന്ദി കാണാം. എല്ലാം മനസ്സിലാവുന്നതാണല്ലോ ആദ്യം എടുക്കേണ്ടത്. ഹിന്ദി. ഓക്കെ, ഹിന്ദി. मेरी नजर कब से तुझ पे है कबीर, इंडिया's best soldier, रॉ का बेस्ट एजेंट. तू था अब नहीं, तू मुझे नहीं जानता, पर अब जान जाएगा. Get ready for war. ജയിക്കുമ്പോ നമ്മുടെ ചെറുക്കനെ ജയിക്കുള്ളൂ. അത് നമ്മൾ അംഗീകരിക്കൂല. എന്തായാലും അതെ, അതിനകത്തൊരു മാറ്റം ഉണ്ടാവില്ല. ബാക്കി ആരെയൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും ഹൃതിക് റോഷനോടുള്ളൊരു ഇഷ്ടം ഒരു പടി മോള് തന്നെ ആയിരിക്കും. അതിന് എന്ത് പറഞ്ഞൊരു കാര്യമില്ല. കീടിലും ടീച്ചർ കേട്ടോ. എന്താ കണ്ണ് കണ്ട പോലെ എന്ത് വേണം, പച്ച കണ്ണ്. എന്താ പിന്നീടുള്ള നടത്തോ സ്റ്റൈലൊക്കെ എന്താണ്. ചെന്നാനും കൊണ്ട് ഏതാ സാധനം? ചെന്നായി തന്നെ ആയിരിക്കൂലേ? ചെന്നാല് അങ്ങനത്തെ രൂപത്തിലുള്ള പട്ടിയൊക്കെ ഉണ്ട് ഇപ്പൊ ആ ഒരു സെറ്റപ്പിലുള്ളത്. ചെന്നായിന്റെ രൂപമുണ്ട്. അതാണ്, അങ്ങനെ പറയാം. ചെന്നായിന്റെ രൂപത്തിലുള്ള എന്നൊരു സാധനത്തിനെ വിളിച്ചിട്ടുണ്ട്. പട്ടിയാണ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ VFX പാളിയിട്ടുണ്ട്. അതെ, ചെന്നായി മാറിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്തായാലും കൊടൂര സാധനമാണ്. നമ്മളെന്തായാലും തമിഴും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടി കാണാം. കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാലോ. അതെ, പിന്നെ മാത്രല്ല ഒന്നുകൂടെ കാണണം എന്ന് തോന്നുന്ന ഒരു ടീച്ചറാണ്. അതൊരു സത്യം. മഞ്ഞൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് ഇവിടെ മഴ ആയതുകൊണ്ട് നല്ല മഴയാട്ടോ. ഓക്കെ. எனக்குள்ள பல வருஷமா தெரியும் கபீர். கபீர் இந்தியாவோட பெஸ்ட் சோல்ஜர், ராவோட பெஸ்ட் ஏஜென்ட். ഇതൊക്കെ நீதா இப்ப இல்ல. நான் யாருன்னு உனக்கு தெரியாது. இனிமே தெரிஞ்சுக்கோ.
വേറെ ഒരു രക്ഷയില്ല. Get ready for war. വീണ്ടും എന്തോ ഒരു അഡിക്ഷനാണ്. ഓ ഇതൊക്കെ ഭീകര സീനാണ്. ഓ ഏയ്. അത് മോനെ ഒരു ഒന്നര ഐറ്റായിരിക്കും കേട്ടോ. നിന്റെ കൂടെയാണ് കൂലി എത്തുന്നത്, അതും ഒരു 1.5 ഐറ്റം. അതിന്റെ ടീസറും ട്രെയിലറൊക്കെ വരുമ്പോ ഇനി ഇത് എന്താണോ സംഭവിക്കാൻ പോകുന്നത്? ഭയങ്കര പ്രശ്നമല്ലത്. ഭയങ്കര തന്നെ. എന്ത് ക്ലാഷ് ആണത്? ഇതിപ്പോ ഇന്ത്യസ് ബെസ്റ്റ് എവർ ക്ലാഷ് ആണ്. സത്യം കേട്ടോ. ഓഗസ്റ്റ് 14 കൂലി VS വാർ 2. അത് ഭയങ്കരമായിട്ടുള്ള ക്ലാഷ് തന്നെയായിരിക്കും. കാരണം ഇതിലേത് രണ്ട് ഏരിയ ഒക്കെ തിരിയും, സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും. അതാണ് ഇതിന്റെ സംഭവം. അത് രണ്ടിലുണ്ട്. അതാണ് സൗത്ത് ഇന്ത്യയിൽ ഇപ്പോ എന്താ NTRന്റെ ഫാൻസ് പവർ നമുക്കറിയാം, അതുപോലെ തന്നെ ഹൃതിക് റോഷന്റെ ഫാൻ പവറും നമുക്കറിയാം. തീർച്ചയായിട്ടും രണ്ട് ടീം ഒരുമിച്ച് വരുന്ന ഒരു സിനിമ. അപ്പുറത്തോട്ട് വരുമ്പോ കൂലിയില് ആമിർ ഖാന്റെ ഫാൻ പവർ നമുക്കറിയാലോ, നോർത്തിലേക്കുള്ളത്. അപ്പൊ അത് അവിടെ എല്ലാരും കൊണ്ടുവന്നുള്ള പരിപാടി. ലോകേഷിന് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്, പിന്നെ സംവിധായകന്. ഇതിപ്പോ വാർ 2 ചെയ്യുന്നത് ആരാടാ? അയൻ മുഖർജി. അതെ. സിദ്ധാർത്ഥാനന്ദ് ആണ് ഫസ്റ്റ് ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നത്, പാർട്ട് 1. അതെ. ആദിത്യ ചോപ്ര തന്നെയാണ് പ്രൊഡ്യൂസർ. പിന്നെ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഇതാണല്ലോ. ഇനി വേറെ ആരെങ്കിലും വരുമോ? പറയാൻ പറ്റില്ല. കാമിയൊക്കെ ഉണ്ടാവും, കാമിയൊക്കെ പ്രതീക്ഷിക്കാം. അതൊന്നും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളൂ. എന്താണെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. എന്നാണ് ഇവര് തമ്മിലുള്ള ആ ഒരു വാർ കാണാനേ ധാരാളം, അത് തന്നെ ധാരാളം. അതൊരു വൈബ് തന്നെ ആയിരിക്കും കേട്ടോ. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാണ്. ഇനിയുണ്ട് 2 മാസത്തോളം. ഓഗസ്റ്റ് 14 സംഭവം നല്ല വർക്കാണല്ലേ, കിട്ടലിനായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, അടിപൊളിയായിട്ടുണ്ട്. എന്താണെങ്കിലും ഗംഭീര സിനിമയായിരിക്കും തന്നെ വിചാരിക്കാം. പിന്നെ ട്രെയിനിന്റെ മുകളിൽ വരുന്ന സംഭവല്ലേ, അത് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, ആ ഓട്ടത്തിന്റെ അല്ലേ, അത് NTRന്റെ ഭാഗം. പിന്നെ ഫ്ലൈറ്റിലൊക്കെ പക്കിയിടും. പത്താനില് ട്രെയിനിന്റെ മുകളിൽ കൂടെ ഉള്ള ഓട്ടന്റെ ദൈവമേ, ഇതിലെന്താണോ കാട്ടിക്കൂട്ട, അത്ര ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്താണെങ്കിലും നമ്മൾ ഫസ്റ്റ് കാണുന്നത് കൂലിയാണ്, അത് വേറൊരു സത്യം. അത് കഴിഞ്ഞിട്ട് ഇത് കാണും, അത് ഉറപ്പായിട്ട് കാണും. അടുത്ത ഷോന് കാണും. പിന്നെ തീർച്ചയായിട്ടും കൂലി എന്തായാലും ഇതുണ്ടാവില്ലേ, ഫാൻ ഷോ ഉണ്ടാവും, ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. ആദ്യം കഴിഞ്ഞ് ആദ്യത്തെ ഷോയില് കറക്റ്റ് കാണാൻ പറ്റും, ഏകദേശം കറക്റ്റ് തന്നെ കിട്ടും. അതെ, പൊളിപ്പോളേ. അപ്പൊ എന്താണെങ്കിലും ഗംഭീര സിനിമകളാവട്ടെ രണ്ടും. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.